മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. വൺവേയിലേക്ക് കാറ് കയറുമ്പോൾ ഇടത്തെ വശത്തേക്കൊരു KSRTC ബസ് തട്ടാൻ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എന്റെ ബ്രദറിന്റെ വൈഫും ഒരേ സമയം പുറകിലെ ഗ്ലാസിലേക്ക്, വണ്ടി തട്ടാൻ വന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് മുന്നിലേക്ക് ആക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പുറകിലെ ഗ്ലാസിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ, KSRTCയുടെ ഡ്രൈവർ, അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. മേയർ പറയുന്ന അനുസരിച്ച് വെറുതെ ഒരു സൂപ്പർവാസി ബസ് പോകുന്നു. അപ്പൊ വെറുതെ ആ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു കാർ ഓവർടേക്ക് ചെയ്ത് കയറുന്നു. ആ കാറിലിരിക്കുന്ന രണ്ട് സ്ത്രീകൾ വെറുതെ ഈ KSRTC ഡ്രൈവർ തിരിഞ്ഞു നോക്കുന്നു. പിടക്കെന്തോ തട്ടാൻ വേണ്ടി വന്നു, അതുകൊണ്ടും തിരിഞ്ഞു നോക്കുന്നു. ഈ രാത്രി 9:30 സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന വണ്ടിയിൽ ആ ഫ്രണ്ടിൽ ഒരു കാർ വന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വണ്ടിയിലിരിക്കുന്ന ഡ്രൈവറെയാണോ, തെളിഞ്ഞു നിൽക്കുന്ന ഹെഡ്ലൈറ്റ് ആണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ള 10-28 കൊല്ലത്തെ പരിചയം വെച്ചുകൊണ്ട് ചോദിക്കുന്ന നന്നായിട്ടുണ്ട്. സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു. എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. ഭയങ്കരം തന്നെ. കേസിലും ഇതിനു മുമ്പുള്ള ഒരു കേസിലും KSRTC ഡ്രൈവർമാരുടെ ഭാഗമേ നമ്മൾ കേട്ടിട്ടില്ല. ഇത് രണ്ട് ജനപ്രതിനിധികൾക്കെതിരെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ ജനപ്രതിനിധികൾക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരണമെന്നുള്ള ബോധപൂർവമായ ശ്രമം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അല്ല, ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് തടഞ്ഞതാകുന്നത്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആ സാബല്യം കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ CCTV ഉണ്ട്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തത്. അല്ല, കുറുകെ കിടക്കുന്ന അതെനിക്കറിയില്ല. ഞാൻ വാഹനം കുറുകെ കിടക്കുന്ന അതെനിക്കറിയില്ല. ഞാൻ വാഹനം എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ മേയറെ അറിയില്ലേ? ട്രിവാൻഡ്രം മേയറെ അറിയില്ലേ? ആര്യയെ അറിയില്ലേ? ധീരസഖാത്തിയെ അറിയില്ലേ? തിരുവനന്തപുരത്തുള്ള മൊത്തം DYFIക്കാരും SFIക്കാരും ഇപ്പോൾ സംഘഗാനമായിട്ട് ആലപിക്കുന്നതാണ് ഞാനീ പാടി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മുടെ തിരുവനന്തപുരം നഗരിയുടെ ഹൃദയ രോമാഞ്ചമായ സഖാവ് ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും വിപ്ലവ തീപ്പന്തവുമായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവരെയും വഴിയിൽ വെച്ച് കണ്ടിട്ട് KSRTC ഒരു എംപാനൽ ഡ്രൈവർക്ക് മനസ്സിലായില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. MLA മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ നീ ആരായില്ല, എനിക്ക് എന്തരി എന്ന രീതിയിലാണ് ഈ ഡ്രൈവൻ മറുപടി പറഞ്ഞു. അപ്പോൾ മേയർ വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അതും അറിയില്ല എന്ന് പറഞ്ഞു. അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത്. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാടൽപ്പം പെശക. ഞാനും. അപ്പോഴാണ് പ്രത്യേക ആക്ഷനുമായിട്ട് നമ്മുടെ മേയർ രംഗത്ത് വന്നത്. ഈ ആക്ഷൻ കണ്ടപ്പോൾ ഭയങ്കരമായ മനപ്രയാസമുണ്ടായി. അതിനെ തുടർന്ന് 354 വകുപ്പ് ചാർജ് ചെയ്തു. ദൈവാധീനം കൊണ്ട് ആരോപണം അവിടെ നിന്നു. ആ പെരുവഴിയിൽ വെച്ച് മേയറെ കയറി പിടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ കുറ്റാരോപണം ഗുരുതരമായി. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. നമ്മളെ DVRന്റെ റെക്കോർഡിംഗ് ഉള്ള കാർഡ് കാണുന്നില്ല. അതിനകത്ത് കാണുന്നില്ല. മെമ്മറി കാർഡ് കാണുന്നില്ല. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഏതോ ഓടിച്ച KSRTC ബസ്സിലെ CCTV മെമ്മറി കാർഡ് കാണാനില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. മെമ്മറി കാർഡ് ആദ്യമേ കാണാനില്ലാതാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇനി വണ്ടി കത്തിക്കണ എന്നാണെന്ന് അറിഞ്ഞൂടാ, വണ്ടിയെ കാണാതാവുന്നു. സ്വാഭാവികം. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ?